ഹായ് ഹലോ അസ്സാം വലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽ കുഴക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേ കണക്ക് ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ 2 സ്പൂൺ പൊരിക്കടല ഒരു 10 മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുതിർത്ത് വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഒരു 4 സ്പൂൺ ശർക്കര കൂടെ ഇട്ട് കൊടുത്ത് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അരിമാവില്ലേ, വറുത്ത് വെച്ചിട്ടുള്ള അരിമാവാണ്, അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് കിണ്ടി എടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് മാവിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് 1 സ്പൂൺ നമ്മുടെ കറുത്ത എള്ളില്ല അതും കൂടെ ഇട്ട് കൊടുത്ത് ഇതുപോലെ നല്ലപോലെ കിണ്ടി എടുത്തിട്ട് ഒരു ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുന്നുണ്ട്. കുറച്ച് മാവ് മാറ്റിയും വെക്കുന്നുണ്ട്. പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് തേങ്ങ ചെറുതായിട്ട് കത്തിച്ചത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി ആ നെയ്യിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ 1 സ്പൂൺ പൊട്ടുകടലയും ഒരു 3 സ്പൂൺ ശർക്കരയും ഒരു 1/4 സ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ചെറിയ ഉരുളകളില്ലേ അതും കൂടെ ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ആദ്യം കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടില്ലേ, അതൊരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ച് അതൊന്ന് ലൂസാക്കി അതും കൂടെ ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പാൽ കുഴക്കട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മുടെ മക്കൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഉറപ്പായിട്ട് ഇത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അവർ പിന്നെ ഉണ്ടാക്കി തരാൻ പറയും. അത്രയ്ക്ക് ടേസ്റ്റാണിത്. എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ.